ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കുതിരാൻ്റെ അടുത്തുള്ള ഒരു അമ്പലം, അതായത് പണ്ടത്തെ നമ്മുടെ കുതിരാൻ തുരങ്കം വരുന്നതിന് മുമ്പ് നമ്മൾ തൃശ്ശൂർ പാലക്കാട് റൂട്ട് ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇപ്പോൾ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ആ വഴി ആരും പോവാറില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ ആ ഒരു അമ്പലവും ആ ഒരു ഭയങ്കര നാച്ചുറൽ സ്പ്ലെൻഡി ആയിട്ടുള്ള ആ ഒരു സ്ഥലം നമുക്കൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, അപ്പം ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നത്. ഞാനും ഇക്കയും കൂടെയാണ് പോകുന്നത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും ഇക്ക എന്താ മിണ്ടാതിരിക്കണമെന്ന്. ഇക്ക പൊതുവെ അങ്ങനെയാണ്, വീഡിയോയിലൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. ഓക്കെ, ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത്. ഞാൻ ഇക്കാനെ ഉപദേശിക്കായിരുന്നു കേട്ടോ, വീഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുക അങ്ങനെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇക്കാക്ക് ചമ്മലായതുകൊണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടല്ല. അവസാനം ഞാൻ പറഞ്ഞ് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ റൊമാൻസ് അല്ല, കോമഡി ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് പോയിട്ടില്ല ഇതുവരെ. ഇക്ക പോയിട്ടുണ്ട് മുമ്പ്. എനിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഒന്നും എനിക്കറിയില്ല, എവിടെയാണ് സ്ഥലം എന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ എനിക്കറിയണത് പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലൊക്കേഷനെ പറ്റിയിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ അവസ്ഥയാണ് ഗായ്സ്. ഇക്കാക്ക് റൊമാൻസ് അല്ലെങ്കിൽ സ്നേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരും പോലെയല്ല എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് ആദ്യം എൻ്റെ തലയ്ക്കടിക്കുകയാണ് ചെയ്യുക, ഞാനും തിരിച്ചടിക്കും. ലാസ്റ്റ് അത് തല്ലാവും. ഇതാണ് എൻ്റെ അവസ്ഥ ഗായ്സ്. ഞങ്ങളങ്ങനെ വടക്കഞ്ചേരി എത്തിയിട്ടോ. അപ്പോൾ വടക്കഞ്ചേരിയുള്ള സ്മാർട്ട് ബസാറിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി ഇപ്പം ഇവിടെ കയറിയിരിക്കണ തന്നെ കാറിലേക്കുള്ള എയർ ഫ്രഷ്നർ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷെ ഞാൻ ഇടയിൽ കൂടെ കുറച്ച് കുർത്തീസൊക്കെ നോക്കി, എനിക്ക് ഈ ഒരു കുർത്തി നന്നായിട്ട് പറ്റി. അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ എടുത്തില്ല. കാരണം അതിലൊരു ചെറിയ ഡാമേജ് കണ്ടുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. അത് നമ്മൾ കുറച്ച് സ്നാക്സ് വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തുള്ളൂ. ഒരു കാർ ഫ്രഷ്നറും കുറച്ച് സ്നാക്സും, വേറെ ഒന്നും മേടിച്ചില്ല. അങ്ങനെ ടോൾ എത്തിയിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഫുള്ള് കുണ്ടും കുഴിയാണ്. അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞങ്ങളവിടെ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ലൈവായിട്ട് ഒരാൾ വീഴാൻ പോകുന്നത്, അതായത് ബൈക്കിൽ വരുമ്പോൾ വീഴാൻ പോയതാണ്, കുണ്ടും കുഴിയിലും പെട്ടിട്ട്. അത് കണ്ടപ്പോൾ അവിടെയുള്ള കടയിലുള്ള ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കേട്ടോ, ഡെയിലി ഇതുപോലെ ഒരു 7-8 വണ്ടികളെങ്കിലും ആക്സിഡൻ്റ് ആവണുണ്ട് ആ ഒരു ഏരിയയിൽ എന്നുള്ളത്. അപ്പോൾ വരുന്നവർ സൂക്ഷിച്ച് വരിക. ഈ വഴി പോകുന്നവർക്ക് അറിയാമായിരിക്കും അതൊക്കെ. അപ്പം നമ്മുടെ വിഷയം ഇതല്ല, നമുക്കപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ടോള് കഴിഞ്ഞ് 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡൊന്ന് ക്രോസ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കുള്ള റോഡിലാണ് പോകേണ്ടത്. പോകുന്ന വഴിയിൽ വെന്യൂസ് ആർക്കേഡിൻ്റെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ചെറിയ റോഡുണ്ട്, അതുവഴിയാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. ഞാൻ പോകുന്ന വഴി എനിക്കറിയാവുന്നതുപോലെ ഒന്ന് സിമ്പിൾ കാണിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ആ വഴി കുറച്ച് മോശമാണ്. ജസ്റ്റ് ആ വഴി കയറുന്ന ആ ഒരു ഭാഗം മാത്രം മോശമായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നല്ല അടിപൊളി റോഡാണ്, വിശാലമായ റോഡ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് അങ്ങനെ പോയതാ കണ്ടില്ല. നല്ല വിശാലമായ റോഡാണ്, വണ്ടികളോ തിരക്കോ ഒന്നുമില്ലാത്തൊരു റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് വഴിയാണ് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്കും പോയിക്കൊണ്ടിരുന്നത്. ഈ ഹൈവേയും കുതിരാൻ തുരങ്കമൊക്കെ വരുന്ന കാലങ്ങൾക്ക് മുമ്പ് അന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു റൂട്ടാണ്. ഇപ്പം അമ്പലത്തിൻ്റെ അതുവരെ ഉള്ളൂ കേട്ടോ റോഡ് ഓപ്പൺ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറം വനമേഖലയാണ്, അങ്ങോട്ട് പോവാൻ പാടില്ല.
ഇതൊരു ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആനകൾ സഞ്ചാര മേഖലയാണ് എന്നുള്ളത്. അപ്പോൾ വരുന്നവർ സൂക്ഷിച്ചു വരിക. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്, അതുപോലെ തന്നെ അപകടമുള്ള സ്ഥലമാണ്. കാരണം ഉള്ളിലോട്ട് പോകുന്തോറും ആൾ സഞ്ചാരമൊന്നും ഇല്ലാത്തൊരു മേഖലയാണ് കേട്ടോ ഇത്. ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രം എത്തിയിട്ടോ. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഇവിടെ കുറച്ച് കുരങ്ങന്മാരെ അല്ലാതെ വേറെ ഒന്നും കാണാനില്ല കേട്ടോ. ഇതാണ് ആ ഒരു ടോട്ടൽ ഏരിയയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആ ഒരു ക്ഷേത്രം അതിനോട് ചുറ്റിപ്പറ്റിയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം അവിടുത്തെ ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളത്. ഇവിടുത്തെ മരക്കൊമ്പിൽ 2 കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. 2 എണ്ണമല്ല 3 എണ്ണം ഉണ്ട്. അവരിനെ ഞാനിവിടെ ആകെ കണ്ടുള്ളൂ. ഇവിടുന്ന് ഇനി നേരെ പോയിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് റോഡ് ക്ലോസ് ആവും കേട്ടോ. ഇതിൻ്റെ അപ്പുറം നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് നല്ലൊരു ഉൾവനമാണെന്ന് തോന്നുന്നു. ആൾ താമസമോ ആൾ സഞ്ചാരമോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. ചിലപ്പോൾ ഇവിടെ താമസിക്കുന്നവരെന്തെങ്കിലും വിറക് ശേഖരിക്കാനൊക്കെ പോകുന്നുണ്ടായിരിക്കും. ഇത് അവിടെ നിന്നിട്ട് ഞാൻ കണ്ടൊരു വ്യൂ ആണ്. ഒരു ജസ്റ്റ് ഒരു മലയുടെ ഒരു വ്യൂ എന്നൊക്കെ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കുട്ടികളെ പോണ വഴിക്കേണ്ടതാട്ടോ. അവരവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് വീട്ടിൽ പോവാതെ. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു ഹായ് തന്നു കേട്ടോ. എന്നിട്ട് ഹായ് തന്നത് പറയാൻ അവർക്കൊരു പേടി. അപ്പം ഇക്ക ചെറുതായിട്ടൊന്ന് അവരെ പേടിപ്പിച്ച് വിട്ടു. ഇവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ബൂസ്റ്റും മേടിച്ചു. എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി പറഞ്ഞിട്ട് കുറച്ച് ചിപ്സും മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങളൊരു മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കുറച്ച് വെറുതെ തല്ലുകൂടിയിട്ടും സ്നേഹിച്ചിട്ടും എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇക്കെൻ്റെ മൂക്കിടിച്ച് പരത്തി. ഞങ്ങൾ ഈ ഒരു സിനിമയ്ക്കാണ് കേട്ടോ പോയത്. മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ എവിടേക്കും പോയില്ല, നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ മൂവിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരു വ്യാളിപ്പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര വലിയ രസമുള്ള ഒരു മൂവിയൊന്നും ആയിരുന്നില്ല. പിന്നെ നമുക്കങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ കണ്ടിരിക്കാം എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.